ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദേവു സ്റ്റഡി വേൾഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ HSC എക്സാമിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡെവലപ്മെൻറ്റൽ ബയോളജി. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഡെവലപ്മെൻറ്റൽ ബയോളജി. ഈ ഡെവലപ്മെൻറ്റൽ ബയോളജിക്ക് അതായത് ഫസ്റ്റ് സയൻറ്റിഫിക് അപ്രോച്ച് ടു സ്റ്റഡി ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരു ആദ്യമായിട്ട് ഒരു സയൻറ്റിഫിക് അപ്രോച്ച് കൊണ്ടുവന്നത് ആരാണ് ചോദിച്ചാൽ അതാരാണ്? ഹിപ്പോക്രാറ്റ്സ് ആണ്. ഹിപ്പോക്രേറ്റ്സ് ആണ് ആദ്യമായിട്ട് ഒരു ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള പഠനത്തിന് ഒരു സയന്റിഫിക് അപ്രോച്ച് കൊണ്ടുവന്നത് ഹിപ്പോക്രേറ്റ്സ് ആണ്. പിന്നീട് അരിസ്റ്റോട്ടിൽ രണ്ട് സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വെച്ച്. സിദ്ധാന്തങ്ങൾ എന്ന് പറയാൻ അദ്ദേഹം പ്രീഫോർമേഷൻ തിയറിയും കൊണ്ടുവന്ന് എപ്പിജനസ് തിയറി അല്ലെ. പ്രീഫോർമേഷൻ എന്ന് പറഞ്ഞതാണ്, അതായത് അദ്ദേഹം ഒരു ഹെന്നിന്റെ എഗ്ഗില്, ഒരു കോഴിയുടെ എഗ്ഗില് എന്ത് ചെയ്തു, പരീക്ഷണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായി എന്താണ്, ഒന്നെങ്കിലും മുന്നേ ഇതിനകത്ത് എന്താണ് ഓർഗൻസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നു എന്ന പ്രീഫോർമേഷൻ തിയറി പറഞ്ഞു. പിന്നൊന്നാണ് എപ്പിജനസ് തിയറിയാണ് പിന്നീട് അതാണ് അദ്ദേഹം കറക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്തത്. എപ്പിജനസിസ് തിയറിയാണ്. ഇപ്പൊ എപ്പിജനസിസ് തിയറിയാണ് അദ്ദേഹം ഫോളോ ചെയ്തത്. അപ്പോൾ എപ്പിജനസിസ് തിയറിയെ ഫോളോ ചെയ്ത രണ്ടുപേരാണ് അരിസ്റ്റോട്ടിലും ഹാർവിയുമാണ്. എപ്പിജനസിസ് തിയറി, പ്രീഫോർമേഷൻ തിയറി തെറ്റാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്പോൾ അരിസ്റ്റോട്ടിലാണ് ഫൗണ്ടർ ഓഫ് എംബ്രിയോളജിയുടെ ഫൗണ്ടറായിട്ട് അറിയപ്പെടുന്ന ആരാണ്? അരിസ്റ്റോട്ടിലാണ്. അദ്ദേഹം എപ്പിജനസിസ് എന്ന് പറയുന്ന തിയറിയാണ് ഫോളോ ചെയ്തത്. അപ്പോൾ എപ്പിജനസിസ് തിയറി എന്ന് പറയുന്നത് എന്താണ്? സ്പേമും ഓവവും എന്ത് തന്നെയാണ്? രണ്ടും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ എംബ്രിയോ ഡെവലപ്മെന്റ് സംഭവിക്കുന്നു എന്ന് അദ്ദേഹം ഇതിലൂടെ മനസ്സിലാക്കി. പ്രീഫോർമേഷൻ തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീഫോർമേഷൻ തിയറിയിൽ നമുക്ക് നോക്കാം. പ്രീഫോർമേഷൻ തിയറി പ്രീഫോർമേഷൻ തിയറിയെ ഫോളോ ചെയ്തത് മാർസലോ മാൽപിഗിയാണ് പ്രീഫോർമേഷൻ തിയറിയെ ഫോളോ ചെയ്തത്. എന്നാൽ അരിസ്റ്റോട്ടിൽ എപ്പിജനസിസ് തിയറിയാണ് ഫോളോ ചെയ്തത്. ഈ പ്രീഫോർമേഷൻ തിയറിയിൽ തന്നെ രണ്ട് വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ആനിമൽ ക്യൂലിസ്റ്റുകളും അല്ലെങ്കിൽ സ്പെർമിസ്റ്റുകളും, മറ്റൊന്ന് ഒവിസ്റ്റുകളുമാണ്. ആനിമൽ ക്യൂലിസ്റ്റുകൾ അല്ലെങ്കിൽ സ്പെർമിസ്റ്റുകളും, മറ്റൊരു വിഭാഗമാണ് ഒവിസ്റ്റുകൾ എന്നുള്ളത്. പ്രീഫോർമേഷൻ തിയറി എന്ന് പറഞ്ഞാൽ ഒരു ജീവിയുടെ ഒരു സ്പേമിനകത്ത്, ഹ്യൂമൻ സ്പേമിനകത്ത് അതിനകത്ത് ഒരു ചെറിയ ജീവി, അതായത് മനുഷ്യന്റെ ഒരു ചെറിയ രൂപം അതിനകത്ത് ഉണ്ട് എന്ന് പറയുന്ന ഒരു വിശ്വാസമാണ് ഈ പ്രീഫോർമേഷൻ തിയറിയിൽ പറയുന്നത്. അത് ആണ് ആനിമൽ ക്യൂലിസ്റ്റ് അല്ലെങ്കിൽ സ്പെർമിസ്റ്റുകൾ വാദിക്കുന്നത്. എന്നാൽ ഓവത്തിനകത്താണ് ഒരു ചെറിയ മനുഷ്യരൂപം ഉള്ളതെന്ന് പറയുന്നതാണ് ആര്? ഓവിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആനിമൽ ക്യൂലിസ്റ്റുകളും ഒവിസ്റ്റുകൾ എന്നീ രണ്ട് വിഭാഗങ്ങളാണ് പ്രീഫോർമേഷൻ തിയറിയിൽ ഉണ്ടായിരുന്നത്. ഈ പ്രീഫോർമേഷൻ തിയറിയിലെ ആനിമൽ ക്യൂലിസ്റ്റുകളായിരുന്നത് ആന്റൺ വാൻ ലിവൻഹോക്ക്, നിക്കോളാസ് ഹാർട്സോയെങ്കർ. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ഈ സ്പേമിനകത്താണ് ഒരു മനുഷ്യരൂപം അല്ലെ, മനുഷ്യന്റെ ഒരു ചെറിയ രൂപം ഉണ്ടായിരുന്നു. അതായത് ഹൊമൻകുലസ് എന്ന് പറയുന്ന ഒരു രൂപം, അതാണ് അവർ വിശ്വസിക്കുന്നത്. ഹ്യൂമൻ സ്പേമിനകത്ത് ഒരു ഹൊമൻകുലസ് എന്ന് പറയുന്ന ഒരു രൂപം ഉണ്ട് എന്ന് പറയുന്നു അല്ലെ, അതാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പൊ ആന്റൺ വാൻ ലിവൻഹോക്ക്, നിക്കോളാസ് ഹാർട്സോയെങ്കറും ആണ് ഈ ആനിമൽ ക്യൂലിസ്റ്റ് സ്പെർമിസ്റ്റുകളിൽ വരുന്നത്. ഈ ഒവിസ്റ്റുകളിൽ വരുന്നത് മാർസലോ മാൽപിഗിയും ജാൻ സ്വാമർഡാൻ അതുപോലെ ലസാരോ സ്പാലൻസൈനിയും ആണ് ഈ ഒവിസ്റ്റിൽ വരുന്നത്. മാർസലോ മാൽപിഗി, അതുപോലെ ജാൻ സ്വാമർഡാൻ, ലാസറോ സ്പാലൻസാനിയുമാണ് ഈ ഒവിസ്റ്റിൽ വരുന്നത്. അപ്പം ഇത് ഓർത്തു വയ്ക്കുക, ആരൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഈ സ്പെർമിസ്റ്റുകൾ പറഞ്ഞ ഒരു ഹൊമൻകുലസ് എന്ന് പറയുന്ന ഒരു രൂപം, ഒരു ചെറിയ മനുഷ്യരൂപം എന്തിനകത്തുണ്ട്? സ്പേമിനകത്തുണ്ടെന്ന് പറയുന്നതാണ് സ്പെർമിസ്റ്റുകൾ. എന്നാൽ ഓവത്തിനകത്താണ് ഉള്ളത് എന്ന് പറയുന്നതാണ് ആര്? ഒവിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ തിയറിയെ കുറിച്ച് നോക്കാം. ഒന്നാമത്തെ തിയറിയാണ് പ്രീഫോർമേഷൻ തിയറി എന്ന് പറയുന്നത്. ഈ തിയറി മുന്നോട്ട് വെച്ചത് മാർസലോ മാൽപിഗിയാണ്. ഇതിന് പറയുന്നത് രൂപാവിഷ്കാര സിദ്ധാന്തം. വെച്ചാൽ മുന്നേ തന്നെ ഒരു രൂപം ഈ ഒരു സ്പേമിൽ അല്ലെങ്കിൽ ഓവത്തിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് പ്രീഫോർമേഷൻ തിയറി എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് തിയറി, ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ദ ഓവം കണ്ടെയ്ൻഡ് എ സ്മോൾ മിനിയേച്ചർ ഓഫ് അഡൾട്ട്. അല്ലെ, ഓവത്തിൽ ഒരു ചെറിയ മിനിയേച്ചർ, ഒരു വലിയൊരു മനുഷ്യന്റെ ഒരു ചെറിയ മിനിയേച്ചർ ഈ ഓവത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ദ സെമൻ ഫ്രം ദ മെയിൽ, ഈ മെയിലിന്റെ സെമൻ എന്ന് പറയുന്നത് അത് ഈ ഗ്രോത്ത് ഓഫ് ദ മിനിയേച്ചർ, ഈ മിനിയേച്ചറിന്റെ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. ഇഫ് ദ സ്പേം കണ്ടെയ്ൻസ് എ മിനിയേച്ചർ, എങ്കിൽ സ്പേമിലാണ് മിനിയേച്ചർ ഉള്ളതെങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രോസ് ഇൻ ടു ഫുള്ളി ബേബി
ബൈ ഒപ്റ്റൈനിങ് നറിഷ്മെന്റ് ഫ്രം ദ ഓവം. അപ്പൊ രണ്ട് സിദ്ധാന്തങ്ങൾ പറയുന്നത് സ്പെർമിസ്റ്റും ഓവിസ്റ്റും ആണുള്ളത്. ഓവത്തിലാണ് മിനിയേച്ചർ ഉള്ളതെങ്കിൽ അതെന്താണ്, സ്പെർമൻ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ഒരു സ്റ്റിമുലേറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്, നറിഷ്മെന്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഓവത്തിലാണ് ഈ ഒരു മിനിയേച്ചർ ഉള്ളതെങ്കിൽ എന്താണ്, സ്പെർമിലാണ് ഈ മിനിയേച്ചർ ഉള്ളതെങ്കിൽ ഓവം ഇതിനൊരു സ്റ്റിമുലേറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നതെന്നാണ് രണ്ട് വിശ്വാസങ്ങളാണുള്ളത്. അത് നമ്മൾ പറഞ്ഞു എന്താണ്, ഒവിസ്റ്റും സ്പെർമിസ്റ്റുകൾ എന്നും പറഞ്ഞു. അപ്പൊ മിനിയേച്ചർ എന്ന് പറയുന്ന പേരായിരുന്നു എന്ത്, ഹോമൻക്യുലസ് എന്ന് പറയുന്നതാണ് മിനിയേച്ചർ എന്ന് പറയുന്ന പേര്. രണ്ടാമത്തെ സിദ്ധാന്തമാണ് നമ്മൾ പറഞ്ഞു എന്താണ്, നമ്മുടെ അരിസ്റ്റോട്ടില് ശരിയാണെന്ന് പറഞ്ഞ സിദ്ധാന്തം. അത് ഒന്നും കൂടി പിന്നീട് പ്രൂവ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. ആ സിദ്ധാന്തമാണ് ഭ്രൂണകോശ വിഭജന സിദ്ധാന്തം അല്ലെങ്കിൽ തിയറി ഓഫ് എപ്പിജനസിസ്. ഇത് ശരിയാണെന്ന് തെളിയിച്ചത് CF വോൾഫ് ആണ് അല്ലെ. ഭ്രൂണകോശ സിദ്ധാന്തം ശരിയാണെന്ന് തെളിയിച്ചത് CF വോൾഫ് ആണ്. അരിസ്റ്റോട്ടിലും ഈ ഒരു സിദ്ധാന്തത്തെ തന്നെയാണ് ഫോളോ ചെയ്തത്. അപ്പൊ ഈ CF വോൾഫ് അദ്ദേഹം കണ്ടുപിടിച്ചു എന്താണ്, ബോത്ത് സ്പേം ആൻഡ് ഓവം വെർ നെസസറി ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ അല്ലെ. ഒരു ഇൻഡിവിജ്വലിന്റെ ഡെവലപ്മെന്റിന് സ്പേമും ഓവവും ഒരേപോലെ ആവശ്യമാണ്. ദർ വാസ് നോ മിനിയേച്ചർ ഈദർ ഇൻ ദ ഓവം ഓർ ഇൻ ദ സ്പേം. സ്പേമിലും ഓവത്തിലും എന്തില്ല, മിനിയേച്ചർ ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞു വെച്ചാൽ പ്രീഫോർമേഷൻ തിയറിയിൽ മിനിയേച്ചർ ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്നാൽ എപ്പിജനസിസ് തിയറിയിൽ പറയുന്നത് എന്താണ്, മിനിയേച്ചർ ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഇവർ എന്താണ് ഡിസ്പ്രൂവ് ചെയ്തത്, പ്രീഫോർമേഷൻ തിയറിയെ ഡിസ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്തത്. ഈ ഒരു എപ്പിജനസിസ് തിയറിയുടെ പ്രീഫോർമേഷൻ തിയറിയെ ഡിസ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്തത്. ദ മെറ്റീരിയൽ ഫ്രം വിച്ച് ദ എംബ്രിയോ ഫോംഡ് ഓൾറെഡി എക്സിസ്റ്റഡ് ഇൻ ദ ovum and during the development this material rearranges itself into layers which fold in various ways of forms embryo. അപ്പം ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ മെറ്റീരിയൽ എംബ്രിയോയിലുണ്ട്. അപ്പം ഈ ഓൾറെഡി എക്സിസ്റ്റഡ് ആയിട്ടുള്ള ഓവത്തിലുള്ള മെറ്റീരിയൽസ് ഡെവലപ്മെന്റിന്റെ സമയത്ത് റീഅറേഞ്ച് ചെയ്യുകയും ലെയേഴ്സ് ഫോം ചെയ്യുകയും എന്നിട്ട് അത് എന്താണ്, എംബ്രിയോ ഫോം ചെയ്യുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. This process of progressive development of embryo from simple to complex form is called as epigenesis. അപ്പോൾ എപ്പിജനസിസ് തിയറി എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രസീവ് ഡെവലപ്മെന്റ് ആണ്, എംബ്രിയോയുടെ ഒരു പ്രോഗ്രസീവ് ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട് അല്ലേ. അത് സിമ്പിളിൽ നിന്ന് കോംപ്ലക്സിലേക്ക്, ഈ ഒരു പ്രോസസ്സാണ് എപ്പിജനസിസ് തിയറി എന്ന് പറയുന്നത്. അപ്പം ഇതിനെ ഫോളോ ചെയ്തതാണ് അവർ അരിസ്റ്റോട്ടിലും CF വോൾഫ് ആണത് ശരിയാണെന്ന്, കറക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്തത്. മൂന്നാമത്തെ തിയറിയാണ് തിയറി ഓഫ് ജെം ലെയർ തിയറി. തിയറി ഓഫ് ജെം ലെയർ തിയറി. ഈ ജെം ലെയർ തിയറി എന്ന് പറയുന്നത്, ഈ തിയറി വെച്ചിട്ട് നമ്മൾ പറഞ്ഞ് എംബ്രിയോ ഫോർമേഷൻ നടക്കുന്നപോലെ അല്ലെ, ഈ എംബ്രിയോ ഫോർമേഷൻ ടേക്സ് പ്ലേസ് ബൈ ജെം ലെയേഴ്സ് അല്ലെ. ജെം ലെയർ ഫോർമേഷനിലൂടെയാണ് എംബ്രിയോ ഫോർമേഷൻ നടക്കുന്നത്. ദിസ് തിയറി വാസ് അപ്രൂവ്ഡ് ബട്ട് നോട്ട് കംപ്ലീറ്റ്ലി അല്ലെ. ഈ തിയറി അപ്രൂവ് ചെയ്തു, പക്ഷെ അത് പൂർണ്ണമായിട്ടും അപ്രൂവ് ചെയ്തു. ബിക്കോസ് ദിസ് തിയറി ഡു നോട്ട് ഡിസ്ക്രൈബ് അബൌട്ട് ജെം ലെയേഴ്സ് അല്ലെ. ജെം ലെയേഴ്സിനെ കുറിച്ചും ഹൗ ദേ ഫോം, ഇത് എങ്ങനെ ഫോം ചെയ്യുന്നു എന്നതിനെ കുറിച്ചും ഒരു കൃത്യമായിട്ടുള്ള ഒരു വിവരം ഇതിന് തരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇത് അപ്രൂവ്ഡ് ആണ് ബട്ട് നോട്ട് കംപ്ലീറ്റഡ് എന്ന് പറയുന്നത്. ഇതിൽ പറയുന്ന 3 ലെയേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് എക്ടോഡം ആണ്, 2 എക്ടോഡം, മീസോഡം, എൻഡോഡം. ഈ 3 ലെയേഴ്സ് ആണ് ജെം ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലെയേഴ്സിനെ കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്. നെക്സ്റ്റ് തിയറിയാണ് റീക്യാപിറ്റുലേഷൻ തിയറി അല്ലെങ്കിൽ ബയോജനറ്റിക് ലോ എന്ന് പറയുന്നത്. ഇത് കൊണ്ടുവന്നത് ഏണസ്റ്റ് ഹക്കലാണ്. ഏണസ്റ്റ് ഹക്കലാണ് റീക്യാപിറ്റുലേഷൻ തിയറി ആവിഷ്കരിച്ചത്. ഏണസ്റ്റ് ഹക്കലാണ്. ഇദ്ദേഹം ഇതിൽ പറയുന്നത്, ഉയർന്ന ഘടനയുള്ള ജീവികളിൽ അതിന്റെ ഭ്രൂണാവസ്ഥയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പൂർവിക സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്ന് പറയുന്ന സിദ്ധാന്തമാണ് റീക്യാപിറ്റുലേഷൻ തിയറി. ഉയർന്ന ഘടനയുള്ള ജീവികളിൽ അവരുടെ ഭ്രൂണാവസ്ഥയിൽ ഈ പൂർവിക സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്ന് തെളിയിക്കുന്ന സിദ്ധാന്തമാണ് റീക്യാപിറ്റുലേഷൻ തിയറി എന്ന് പറയുന്നത്. ഈ സിദ്ധാന്തം എന്ന് പറയുന്നത് പരിണാമത്തിന് അതുപോലെ ഭ്രൂണശാസ്ത്രം നൽകുന്ന ശക്തമായ അടിത്തറയാണ് ഈ ഒരു സിദ്ധാന്തം. പരിണാമത്തിന് ഭ്രൂണശാസ്ത്രം നൽകുന്ന ഒരു ശക്തമായ അടിത്തറ എന്നറിയപ്പെടുന്ന സിദ്ധാന്തം ഏതാണെന്ന് ചോദിച്ചാൽ റീക്യാപിറ്റുലേഷൻ തിയറിയാണ്. മറ്റൊരു തിയറിയാണ് ജെയിംപ്ലാസം തിയറിയാണ്. ഇത് കൊണ്ടുവന്നത് അഗസ്റ്റ് വെയ്സ്മാൻ ആണ്. ജെയിംപ്ലാസം തിയറി ആവിഷ്കരിച്ചത് അഗസ്റ്റ് വെയ്സ്മാൻ ആണ്. ഇതിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ജീവികളിൽ 2 തരം കോശങ്ങളാണ് ജീവികളിൽ ഉള്ളത്. നമുക്കറിയാം, സൊമാറ്റിക് സെൽസും അതുപോലെ റീപ്രൊഡക്റ്റീവ് സെൽസും അല്ലെ. സൊമാറ്റിക് കോശങ്ങളും ഉണ്ട്, പ്രത്യുൽപാദന കോശങ്ങളുമാണ് ഉള്ളത്. ഈ സൊമാറ്റിക് കോശങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ എന്ന് പറയുന്നത് അടുത്ത തലമുറയിലേക്ക് എന്ത് ചെയ്യുന്നില്ല, വ്യാപിക്കുന്നില്ല. എന്നാൽ പ്രത്യുൽപാദന കോശങ്ങളുടെ സവിശേഷതകൾ വ്യാപിക്കുന്നു എന്ന് പറയുന്ന സിദ്ധാന്തം
ജെയിംപ്ലാസം തിയറി. അപ്പോൾ ജെയിംപ്ലാസം തിയറി പുട്ട് ഫോർവേഡ് ബൈ അഗസ്റ്റ് വിയസ്മാൻ ആണ്. ഇദ്ദേഹം ഇതിൽ പറയുന്നത് ഒരു ജീവിയിൽ രണ്ട് തരം കോശങ്ങളാണുള്ളത്, സൊമാറ്റിക് സെൽസും റീപ്രൊഡക്റ്റീവ് സെൽസും ആണ്. എന്നാൽ സൊമാറ്റിക് കോശങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ അടുത്ത തലമുറയിലേക്ക് പോകുന്നില്ല, എന്നാൽ റീപ്രൊഡക്റ്റീവ് സെൽസിലെ സ്വഭാവ സവിശേഷതകൾ എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത തലമുറയിലേക്ക് വ്യാപിക്കുന്നു എന്ന് പറയുന്ന സിദ്ധാന്തമാണ് ജെയിംപ്ലാസം തിയറി എന്ന്. ഇപ്പോൾ നമ്മുടെ തിയറി എന്ന് ഡെവലപ്മെന്റൽ ബയോളജിയിൽ നമുക്ക് പ്രധാനപ്പെട്ട തിയറികൾ പഠിക്കാനുള്ളത് ഇത്രയും തിയറികളാണ് ഉള്ളത്. നമ്മുടെ HSC എക്സാമിന് വരുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ടോപ്പിക്ക് നമുക്ക് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്